ഒരു പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ച് തുടങ്ങിയ വീഡിയോ ഇപ്പോൾ ഒരു സാധാ ഡേ ഇൻ മൈ ലൈഫിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സ്റ്റാർട്ടിങ്ങിൽ അതാണ് വോയിസ് ഓവർ ഒന്നും കൊടുക്കാഞ്ഞത്, മ്യൂസിക്കൊക്കെ ഇട്ട് അങ്ങോട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ബാക്കി ഞാൻ വീഡിയോ എടുക്കേണ്ട കാര്യം ഓർത്ത് തന്നെ രാത്രിയായിരുന്നു കേട്ടോ. പിന്നെ അങ്ങോട്ട് പ്രൊഡക്ടിവിറ്റി അങ്ങോട്ട് പോയി. രാത്രി കൊള്ളിയും പിന്നെ ചമ്മന്തിയൊക്കെ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ബെഡൊക്കെ സെറ്റ് ചെയ്തിട്ടേക്കാണ്. ഞങ്ങൾ രാത്രി ദേവാസുരം മൂവി കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. ദേവാസുരം ഇന്നലെ കണ്ടു, അതിൻ്റെ പാർട്ട് 2, അതായത് നമ്മുടെ രാവണപ്രഭു ഇല്ലേ, അത് കാണാൻ വേണ്ടി ഇരിക്കും. അത് കഴിഞ്ഞ് ആ ദിവസം കഴിഞ്ഞു കേട്ടോ. ഇത് പിറ്റേ ദിവസത്തെ ക്ലിപ്പാണ്. ഞാനും അമ്മയും കൂടെ ഇതേ പുറത്ത് പോവാണ്. ഞാൻ ഓൾറെഡി ആ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. എൻ്റെ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ടി സി വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ 11th വേറെ സ്കൂളിലോട്ടാണ്, CBSE തന്നെയാണ്. ഒരു കമൻറ്റ് ഞാൻ കണ്ടു, സ്റ്റേറ്റിലേക്ക് പോകാത്തത് ഫ്രീ ആയിട്ട് A+ കിട്ടാതിരിക്കാനാണോ എന്ന്. ഞാൻ പിന്നെ ആ കമൻറ്റ് കണ്ടിട്ട് മൈൻഡ് ചെയ്യാൻ വേണ്ടി നിന്നില്ല. റിപ്ലൈ കൊടുക്കാമെന്ന് എനിക്കിങ്ങനെ കുറേ കൊടുക്കാൻ തോന്നും. അതുകൊണ്ട് പിന്നെ ഞാൻ മൈൻഡ് ചെയ്യാൻ നിന്നില്ല കേട്ടോ ആ കമൻറ്റ്. അപ്പോൾ സ്കൂളിൽ പോയിട്ട് ടി സിക്ക് ആദ്യം അപ്ലൈ ചെയ്യണം. കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ അത് ആയിക്കഴിഞ്ഞാൽ വിളിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അഡ്മിഷനൊക്കെ വേറെ സ്കൂളിലാണ്, അതൊക്കെ ഞാൻ പിന്നെ പറയാം കേട്ടോ. അതുപോലെ ഞാൻ എടുക്കുന്നത് 11th കൊമേഴ്സ് ആണ്. കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടറാണ് എടുക്കുന്നത്. ഇതിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് ടി സിക്കുള്ള ആപ്ലിക്കേഷനാണ് കേട്ടോ. അതായത് നമ്മൾ ടി സി വേണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ റിക്വസ്റ്റ് പോലെ ഇങ്ങനെ എഴുതിയിട്ട് അമ്മ സൈൻ ചെയ്യാണ്. ഞാനാണ് എഴുതി, എന്നോട് എഴുതാനാണ് അമ്മ പറഞ്ഞിട്ട് എഴുതാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് അമ്മ ലാസ്റ്റ് സൈൻ ഇട്ടു. ഞാനും അങ്ങനെ 12 വർഷം ഞാൻ പഠിച്ച സ്കൂളിന് ബൈ ബൈ പറഞ്ഞ് ഞാൻ പോവാണ്. അങ്ങനെ അവിടെ നിന്നൊക്കെ പോകുന്നു. കുറേ നേരം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളിത് വീണ്ടും റെഡി ആയി നിൽക്കുകയാണ്. ഇപ്രാവശ്യം നഴ്സും നീലും കൂടെ ഉണ്ട് കേട്ടോ. നമ്മൾ പുറത്ത് പോകാൻ വേണ്ടി നിൽക്കുകയാണ് മാമൻ്റെ വീട്ടിലേക്ക്. ഇപ്പോൾ അമ്മയുടെ ഒരു ആക്ഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അമ്മ എന്താ പറയുന്നത് വെച്ചാൽ, ഞാൻ ഈ ഡ്രസ്സ് തന്നെയാവും ഇനിയും സ്ഥിരമായിട്ട് ഇടാന്ന്. ഇത് അമ്മ പുതിയത് എടുത്തതായിരുന്നു ആക്ച്വലി. അപ്പോൾ ഒരു ഡ്രസ്സ് അമ്മയ്ക്ക് എടുത്ത് ഭയങ്കര കംഫർട്ടബിളായി. പിന്നെ എല്ലായിടത്തേക്കും അത് തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് 2-3 ടീമുകൾ അങ്ങനെ വന്ന് കമൻറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടു. നിൻ്റെ അമ്മയ്ക്ക് ഈ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചിട്ട്. അതെ എൻ്റെ അമ്മയ്ക്ക് ആ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സാണ് എൻ്റെ അമ്മയുടെ, അല്ലാതെ കമൻറ്റ് ഇടുന്ന ആൾക്കാരുടെ ഇഷ്ടത്തിനുള്ള ഡ്രസ്സല്ല. എൻ്റെ അമ്മയ്ക്ക് ഏതാണോ കംഫർട്ടബിൾ അത് ഇടും. ഞങ്ങളത് ജഡ്ജ് ചെയ്യാനും പോകാറില്ല. അതൊക്കെ അമ്മയുടെ ഇഷ്ടമാണ്. അതൊന്നും പോയി ജഡ്ജ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കമൻറ്റ് ഇട്ടവരെടുത്ത് ചിലപ്പോൾ ആ കമൻറ്റ് ഇടുന്ന ആൾക്കാർ ചിലപ്പോൾ ഡ്രസ്സുകൾ ഇടുന്നത് ഷോ ഓഫിനാവും, അതായത് ആൾക്കാർ കാണാൻ വേണ്ടിയിട്ടൊക്കെ ഇടുന്നവരായിരിക്കും. ആ കമൻറ്റ് വേണമെങ്കിൽ തപ്പിപ്പെടുത്ത് എനിക്ക് സ്ക്രീൻഷോട്ട് കൊടുക്കാൻ അറിയാം. പിന്നെ ഇനിയിപ്പോൾ അതിൻ്റെ പിന്നാലെ പോയി എനിക്ക് വയ്യ, അതുകൊണ്ടാണ് കേട്ടോ ഞാനത് ഇവിടെ കൊടുക്കാത്തത്. എന്തായാലും കമൻറ്റ് ഇട്ട ആൾ വീഡിയോ കാണുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആൾക്ക് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യം ചാവക്കാട് ജലീൽ സ്റ്റോഴ്സിലേക്കാണ് പോയത്. അതിന് മുമ്പ് ഞാൻ അവിടെ സൈഡിലുള്ള ഷോപ്പിൽ എൻ്റെ വാച്ച് ശരിയാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ടൈം ഇടയ്ക്കിടയ്ക്ക് തെറ്റുന്നുണ്ട്. എൻ്റെ ഒരു കാസിയോടെ വാച്ചുണ്ട്, അപ്പോൾ അത് ഞാൻ ശരിയാക്കാൻ കൊടുത്തായിരുന്നു. പിന്നെ ഫാഷൻ വേൾഡിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് നമ്മൾ എല്ലാ കൊല്ലം ചെരുപ്പ് എടുക്കാറുള്ളത്. ദേവസ്വത്തിൽ അങ്ങനെയാണ് കേട്ടോ. അതായത് ഒരു 3-4 മാസം, ആദ്യത്തെ 3-4 മാസം നമുക്ക് ചെരുപ്പിടാം. ബ്ലാക്ക് ചെരുപ്പായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഷൂ ഇടുന്നത് ഒരു നിർബന്ധമില്ല, കാരണം മഴയൊക്കെ ആയതുകൊണ്ടാണ് അങ്ങനെ. അപ്പോൾ എല്ലാ പ്രാവശ്യവും ആ സമയമാകുമ്പോൾ വാങ്ങേണ്ടി വരും. കാരണം ആ 4 മാസം ഇടുമ്പോഴേക്കും ചെരുപ്പിൻ്റെ അവസ്ഥ വേറെ ലെവലാവും. എന്താണെന്നറിയില്ല, നന്നായിട്ട് വെള്ളം തട്ടണോണ്ടാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ റീയൂസ് ചെയ്യാനും പറ്റില്ല അടുത്ത കൊല്ലം. ജലീൽ സ്റ്റോഴ്സിൽ കയറി എനിക്ക് ബുക്ക് വാങ്ങാനുണ്ടായിരുന്നു. അതും കൂടി ജസ്റ്റ് വാങ്ങിയിട്ട് പോയി. പിന്നെ മുന്നൊരു ഷോർട്ടിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ 3 പേർ, അവരെ വീണ്ടും ഞാൻ ഇവിടെ വെച്ച് കണ്ടു. പിന്നെയും വേറെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്നുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മളിത് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ച് പോകുമ്പോഴാണ് അവിടെ ഫ്രണ്ടിൽ ഒരു പുതിയൊരു ഷോപ്പ് വന്നിട്ടുണ്ടായിരുന്നത് കണ്ടിട്ടോ. അപ്പോൾ ഈ റെഡ് ഷോളിട്ട് ചേച്ചി എൻ്റെ വീഡിയോ കാണാറുള്ളതാണ്. ആ ചേച്ചി ഡിഗ്രിയാണ് കേട്ടോ. അപ്പോൾ ആ ചേച്ചി എന്നിട്ട് വർത്താനം പറഞ്ഞു. അപ്പോൾ അവരുടെയും കൂടെ ഒക്കെ ഷോപ്പാണ് കേട്ടോ അത്. നഴ്സും ഞാനും മൊമോസാണ് കഴിച്ചത്. നല്ല രസമുണ്ടായിരുന്നത് കഴിക്കാൻ. പക്ഷേ ഇത്തിരി ചൂട് കുറവായിരുന്നു, അല്ലാതെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ അമ്മ ഉന്നക്കയായിരുന്നു കേട്ടോ. ഉന്നക്കാന്നില്ലേ പറയുക, ഒരു പഴത്തിൻ്റെ ഒരു സംഭവം, അതാണ് കഴിച്ചത്. നീലു എന്താ പറയുക, ഇത് കട്ട്ലേറ്റ് ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളിത് നേരെ മാമൻ്റെ ഓടിക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തി കുറുമ്പൂർ മന എന്നുള്ള ഒരു സംഭവമൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കയറുമ്പോൾ ഞങ്ങൾ വരണേക്കാളും കുറച്ച് നേരം മുമ്പ് അവിടെ വേറെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഷൂട്ടിംഗ് കഴിഞ്ഞ് അവർ പോയിട്ട് ഞങ്ങൾ പിന്നെ ആ ഷൂട്ടിംഗ് കൂടെ കാണാമല്ലോ എന്നും കൂടെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കാണാൻ പറ്റിയില്ല. ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ വീടൊക്കെ ലോക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ വീടിൻ്റെ അകത്തേക്കൊന്നും എന്തായാലും കയറാൻ പറ്റിയില്ല. പുറത്ത് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നടന്നു. പിന്നെ കുറച്ച് പേര് ചോദിച്ചു, വിസ്മയ എന്താ ഷോപ്പിംഗ് ചെയ്തില്ലേ, വിസ്മയുടെ ഷോപ്പിംഗ് വീഡിയോ എന്താ വരാത്തതെന്നൊക്കെ. ഞാൻ ഷോപ്പിങ്ങിനൊന്നും പോയിട്ടില്ല, ചെയ്യുന്നില്ല. എനിക്കിന്നിപ്പോൾ ആകെ കൂടെ ഉള്ളത് വാട്ടർ ബോട്ടിൽ മാത്രമാണ്. ബാക്കി എല്ലാതും ഞാൻ അന്ന് തന്നെ പോയപ്പോൾ പ്രത്യേകിച്ചൊന്നും വാങ്ങിയില്ല. പിന്നെ എനിക്ക് സ്പെഷ്യലായിട്ടൊന്നും വാങ്ങാനില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ചെയ്യാത്തത് കേട്ടോ. ലഞ്ച് ബോക്സ് എൻ്റെ അടുത്തുണ്ട്. അതുപോലെ ബുക്സ് ഞാൻ എന്നാൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഹോൾ ചെയ്തപ്പോൾ ഒരു അൺബോക്സിങ് വീഡിയോ ഷോർട്ടിലിട്ടപ്പോൾ വാങ്ങി. പിന്നെ എനിക്ക് കുടയായിരുന്നു വേണ്ടത്, അതും വാങ്ങി. അപ്പോൾ അതുകൊണ്ട് ഈ ഓൺലൈനിന്നൊക്കെ ആയിട്ട് വാങ്ങുന്നതുകൊണ്ട് പിന്നെ ഞാൻ ഷോപ്പിൽ പോയി ഇനി ഒന്നും വാങ്ങാനില്ല. വാട്ടർ ബോട്ടിൽ മാത്രമേ എനിക്ക് വാങ്ങാനുള്ളൂ. ഞാൻ ശരിക്കും ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഈ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ ഈ വാങ്ങിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ വീണ്ടും നമ്മൾ ചെയ്തിട്ട് എന്തിനാ വെറുതെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത് കേട്ടോ. എനിക്ക് ഇനി ആകെ വാട്ടർ ബോട്ടിൽ മാത്രമേ വാങ്ങാനുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ മാമൻ്റെ കൂടെ എത്തിയ കുളത്തിൽ കയറി കുളത്തിൽ ഇറങ്ങി കാലൊന്ന് നനയ്ക്കണം, ഇല്ലെങ്കിൽ വളരെ സമാധാനക്കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ 3 പേരും കൂടെ കാലൊക്കെ നനച്ചു. പിന്നെ നല്ല
കൊതു ഉണ്ടായിരുന്നു. ഞങ്ങളൊരു വൈകുന്നേര സമയത്താണ് അവിടെ എത്തിയത്. അപ്പോൾ അതുകൊണ്ട് നല്ല സൂപ്പർ കൊതു ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഏരിയയിലൊന്നും അമ്മേനെ കാണാനില്ല. അമ്മ അപ്പുറത്ത് അവിടെ കുഞ്ഞി മിളകുണ്ടല്ലോ, അതും മറ്റേ ഇങ്ങനെ സൊർക്കയിലൊക്കെ ഇട്ടിട്ട് നമ്മൾ കഴിക്കുന്ന ഒരു സംഭവമില്ലേ, ആ മിളക്, പിന്നെ വേപ്പില, അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ടായിരുന്നു. അതൊക്കെ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ അമ്മാമ്മയുടെ കൃഷിയാണ് കേട്ടോ. അപ്പം അതൊന്നൊക്കെ പറിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഞാൻ ഞെറിസ് അവിടെ ഒരു ഊഞ്ഞാലുണ്ട്, അത് ആടിയിരുന്നു കേട്ടോ. കാരണം ഞെറിസാണെങ്കിൽ എനിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ സൈഡിൽ ആ സ്പേസിൽ കയറി ഇരുന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് ആടുമായിരുന്നു. പിന്നെ നല്ല കൊതു ഉണ്ടായിരുന്നു, അതാണ് കുഴപ്പം. പിന്നെ ഇതേ കുറുമ്പൊരു മന, അതൊക്കെ ഞാൻ വെറുതെ ചുമ്മാ വീഡിയോ എടുത്താണ് കേട്ടോ. പിന്നെ 2 സൈഡിൽ റാന്തലൊക്കെ വെച്ചിട്ടുണ്ട്. അതിന് റാന്തൽ എന്നാണ് കേട്ടോ ഞങ്ങൾ പറയാറ്. അപ്പോൾ എന്തായാലും മാമൻ്റെ അടുത്ത പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ഇനി അങ്ങോട്ട് നിങ്ങൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ പിറ്റേ ദിവസത്തെ വീഡിയോസാണ്. എന്താണ് ഇത്രയും ഒരു അവിയൽ പരുവത്തിൽ ഞാൻ വീഡിയോ എടുത്തത് എനിക്ക് നോ ഐഡിയ ഗൈസ്. റീൽസ് എടുക്കാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ് കേട്ടോ. എന്നിട്ട് ചമ്മിയിട്ട് ഞങ്ങൾക്ക് തിരിച്ച് കയറി വന്നു മഴ പെയ്തിട്ട്. വീണ്ടും ഞാനൊന്ന് മഴ ലൈറ്റായപ്പോൾ ഇറങ്ങി, ഒന്ന് ഒരു സ്ലോ മോഷനെങ്കിലും എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ടാലേ. എന്നിട്ട് വീണ്ടും ഞാൻ ഇറങ്ങി, വീണ്ടും പോയി ചമ്മിയിട്ട് പോകുന്നു കേട്ടോ. അതാണ് ഈ തലയിൽ കൂടെ ഷോൾഡർ ഇട്ട് ഞാൻ വരുന്നത്. അപ്പം എന്തായാലും അത് കഴിഞ്ഞിട്ടൊരു വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. ഭയങ്കര കാറ്റ് വെച്ചാൽ ഭയങ്കര കാറ്റ്. ആ സൗണ്ടൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര എന്തോ മാതിരിയായിരുന്നു. എന്നിട്ടൊരു ബോധമില്ലാണ്ട് ഞാൻ കറക്റ്റ് നടുമ്പുറത്തല്ല, അത് കറക്റ്റ് വീടിൻ്റെ പുറത്ത് വന്ന് നിന്ന് ഈ കാറ്റ് ആസ്വദിക്കുകയായിരുന്നു. എന്തെങ്കിലുമൊക്കെ വീണ കറക്റ്റ് തലയ്ക്ക് വീണായിരുന്നു. ആ ഒരു രീതിയിലാണ് ഞാൻ നിന്നിരുന്നത്. എന്നിട്ട് ക്യൂട്ടായിട്ട് ഞാനിതേ വീഡിയോ എടുക്കുന്നുണ്ട്. ഇത് ഞാൻ ആക്ച്വലി കാറ്റാണെന്നാണ് പറയുന്നത്. ഇത് ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യാൻ വേണ്ടി എടുത്തതല്ല, ചുമ്മാ ഞാൻ എടുത്തായിരുന്നു. അപ്പോഴാണ് ഓർത്തത് എന്നാൽ പിന്നെ വീഡിയോയിലും കൂടെ ആഡ് ചെയ്യാമല്ലോ എന്ന്. ഭയങ്കര കാറ്റായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ മഴയും ചെറുതായിട്ട് ചാർന്നുണ്ടായിരുന്നു. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു സംഭവം കഴിക്കാൻ പോവാണ്. ഇന്ന് എൻ്റെ കുഞ്ഞു പാപ്പൻ്റെ പാപ്പൻ എന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ ബ്രദറാണ് കേട്ടോ. ആളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് കോഴിക്കോടുള്ളത്. അങ്കിളും വൈഫും വന്നിട്ടുണ്ടായിരുന്നു ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് അവർ വരുമ്പോൾ കോഴിക്കോട് സ്പെഷ്യൽ 2 വെറൈറ്റി ഹൽവകൾ കൊടുന്നു. ഞാൻ രണ്ടാമത് കഴിച്ചത് കേസരി ആണെന്നാണ് കേട്ടോ വിചാരിച്ചത്. ആദ്യം കഴിച്ചത്, പിന്നെയാണ് മനസ്സിലായത് അവർ പറഞ്ഞത് അത് കുനാഫ അങ്ങനെ എന്തോ ഒരു ഫ്ലേവറിലുള്ള ഒരു ഹൽവയായിരുന്നു. കണ്ടാൽ തന്നെ അറിയാൻ പറ്റും, എന്തോ ഒരു തരം കുനാഫ ടച്ച് ഉണ്ട് അതിൽ. അപ്പോൾ അത് കഴിച്ചു. ഇത് രണ്ടാമത് ഞാൻ ആ സംഭവം എടുത്ത് കഴിക്കണം. അത് കുറച്ചൊരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ട്. മറ്റേ നമ്മൾ സാധാ ഹൽവയുടെ ടേസ്റ്റ്. പിന്നെ കോഴിക്കോട് ഹൽവാസും സംഭവങ്ങളൊക്കെ ഭയങ്കര ഫേമസ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതാദ്യമായിട്ടാണ് ഞാൻ അങ്ങനത്തെ കോഴിക്കോട് ഹൽവ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തോ ആണ് ഞാൻ ഇപ്പോൾ വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കഴിച്ച് കുറച്ചധികം നേരം കഴിഞ്ഞപ്പോൾ ഇതേ നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടായിരുന്നു. അവർ വന്നുകൊണ്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്. അതും അതിൻ്റെ കൂടെ തന്നെ ഇതേ സീരിയലും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതേ ബിഗ് ബോസിൻ്റെ പരസ്യം കൂടെ അതിൻ്റെ ഇടയിൽ കൂടെ വരുന്നുണ്ട് കേട്ടോ. സ്കൂളൊക്കെ തുറക്കാറായപ്പോൾ ബിഗ് ബോസ് വരുന്നത്.